ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം ഇന്ന് രാവിലെ കുറച്ച് തിരക്കിട്ട് ഓരോരോ പണിയിലാണ് കേട്ടോ. നമുക്ക് പോവാണ്ട് 8 8:30 നമുക്ക് പോകണം. വേറെ അങ്ങോട്ടല്ല, ഹോസ്പിറ്റലിലേക്ക്. നമുക്കിപ്പോൾ അതന്നെയല്ല ഇപ്പം ഉള്ളത്. ഒന്നരാടം അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ഒന്നിക്ക് കൈ കാണിക്കാൻ, ഓപ്പറേഷൻ ചെയ്ത് കൈ കാണിക്കാൻ, മറ്റേത് പിന്നെ കോഴിക്കോടൊന്ന് കാണിക്കണം. ഇന്ന് കാണിക്കാനുള്ള കോട്ടക്കലാണ്. കൈ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത് ഇത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞതേനു. അപ്പോൾ അതിന് പോവാണ്ട്. അപ്പോൾ വേഗം ഓട്ടാടും ചായയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് കുടിച്ചിട്ട് വേണം പോവാൻ. അപ്പം പിന്നെ എന്താ, പുറത്ത് ചോറൊക്കെ തീമട്ടേക്കണം. ചോറ് ഊറ്റിച്ചുകൊണ്ട് പോയാൽ പിന്നെ വന്നിട്ട് എന്തെങ്കിലും ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നേരത്തെ പോകണം, 8:30 പോകണമുണ്ട്. അപ്പോൾ ഓട്ടാട ഉണ്ടാക്കണം ആദ്യം. പിന്നെ ഓട്ടാട ചട്ടി പൊട്ടിയ ചട്ടിയാണ്. വേറൊരു ചട്ടി ഉണ്ടായിരുന്നു, ഒരു പരന്ന ചട്ടീന്. അപ്പോൾ അതിൽ ചുട്ടാൽ എപ്പോഴായാലും പത്തിരി പോലെ നിൽക്കും കേട്ടോ. ഓട്ടാട ചട്ടി ആയാലും മണലല്ല കുണ്ട്. അങ്ങനെ ഒഴിവാക്കിയ ഓട്ടാട ചട്ടി ഉണ്ടായിരുന്നു. ഓട്ടമല്ല അതന്നെ വെച്ചിട്ടാണ് ഞാൻ ചുട്ടു. അപ്പോൾ പിന്നെ അതിൽ ചുട്ടപ്പോൾ ലേസം ഒലിച്ചൊക്കെ ചെയ്യും, എന്നാലും വേണ്ടിയില്ല. അപ്പോൾ അതിൽ ചുട്ടപ്പോൾ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ഓട്ടാട. മറ്റേലാകുമ്പോൾ ഒരു പത്തിരി പോലെ ഇങ്ങനെ ആട്ടയുടെ സോഫ്റ്റും കാര്യമൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല. കാണാനൊരു പിന്നെ ബോസ് ഉണ്ടാവില്ല. മറ്റേ പൊള്ളച്ചിങ്ങോട്ട് വരണമല്ലോ, അതിന് കുണ്ടുള്ള ചട്ടി തന്നെ വേണം. അപ്പോൾ പഴയ ചട്ടി എടുത്തുകൊണ്ട് തന്നെ ചുട്ടതൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ച് പാത്രം കകലൊക്കെ കഴിച്ച് ചോറ് അവിടെ ഊറ്റി വെച്ച് അങ്ങനെ അടുക്കളയൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം മോനെ കുളിപ്പിച്ചുകാണ്ട് മോന് രസം കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം കഞ്ഞിയൊക്കെ തീമട്ടത്. അപ്പോൾ കഞ്ഞി കൊടുക്കാതെ പോയാൽ എന്താ വെച്ചാൽ പിന്നെന്താ, ചെല്ലുമ്പോൾ തന്നെ ഓന് ഫ്രൂട്ടി ലേസായിട്ട് ഓരോന്ന് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അതിന് വേണ്ടി കഞ്ഞിയൊക്കെ വേഗം തീമട്ടക്കണം. അപ്പോൾ ഓനെ കുളിപ്പിച്ചും വേണം, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടിട്ടാണ് പോവാൻ. അപ്പോൾ ആ തിരക്കിൽ ഓരോരോ പണിയിലാണ്. അങ്ങനെ പാത്രങ്ങളും അടുക്കള ഒക്കെ നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓനെ കുളിപ്പിച്ച് കൊടുത്തിട്ട് ഓനെ മാറ്റി കൊടുക്കുകയാണ്. മാറ്റി കൊടുത്തുകൊണ്ട് കുറച്ച് കഞ്ഞിയും കൊടുക്കട്ടെ. കഞ്ഞി ഈ നേരത്തെ തന്നെ ആയതുകൊണ്ട് കഞ്ഞി കുടിച്ചൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൊടുത്തുകൊണ്ട് പോയാൽ പിന്നെ വല്ലാതാണ് ചോദിച്ചൂലല്ലോ. നമ്മൾ ബസ്സിനാണ് കേട്ടോ പോണത്, വണ്ടിയൊന്നുമില്ല. നമ്മളിവിടെ ബസ് കത്തിക്കുകയാണ്. അപ്പോൾ ബസ്സിന് പോകുമ്പോൾ തന്നെ കടകൾ എവിടെ കാണുകയാണെങ്കിലും ലേസ് ഫ്രൂട്ടി അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കും. അപ്പോൾ വയറ് നിറച്ച് എന്തെങ്കിലും എപ്പോഴും ചായ കുടിച്ചിട്ടുള്ളൂ, എന്നാലും ഇച്ചിരി പൊറുതേടാണ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പോരുള്ളൂ. അപ്പോൾ പിന്നെ കൊടുത്തുകാണ്ടൊക്കെ കഞ്ഞി ഒക്കെ കൊടുത്തുകാണ്ട് കൊണ്ടോട്ടെ വിചാരിച്ചുകാണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കളിക്കാൻ ആളുണ്ടായപ്പോൾ ഓന് ഒരാളെ കൂട്ടൊന്നുമില്ല. മറ്റേ കുടിയിലാക്കിക്കാണ്ടാണ് ഞാൻ പോകൽ. സാധാരണ എൻ്റെ കുടിയിലാക്കിയാണ് പോകൽ. കോഴിക്കോട് പോകുമ്പോഴൊക്കെ കുടിയിലാക്കലുള്ളൂ കേട്ടോ. കോട്ടയത്ത് ആകുമ്പോൾ വല്ലാതെ വൈകൂലല്ലോ. അപ്പോൾ ഓനൊരു പോരാൻ പൂതിയേക്കാരം അങ്ങനെ ഓനായിട്ട് പോയിട്ടോ. ബസ്സിനാകുമ്പോൾ പിന്നെ ഓനെ കൊണ്ടാകാനും ഗതികേടാണ്. ഏതായാലും പിന്നെ ഓൻ പോന്നേക്കണു. ഞങ്ങളുടെ കുട്ടികൾ രാവിലെ തന്നെ വന്നീനു, പോവാനുള്ളതല്ലേ ഓനെ കൊണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ചുകാണ്ട്. അപ്പോൾ ഞാൻ പറയാം ഇവിടെ കോട്ടയത്തേക്കല്ലേടാ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, പിന്നെ മറ്റോടത്ത് 9 അല്ലേ പോവാനുള്ളത്, അപ്പോൾ പിന്നെ അങ്ങോട്ടാക്കി തരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഓൾക്കും തന്നെ ഓനും തന്നെ 4.5 വയസ്സായ ഒരു കുട്ടിയുണ്ട് ഓനക്ക് കിട്ടാം. പിന്നെ ഓനവിടെ ഇല്ലാണ്ട് ഡയാലിസിന് പോയതുമല്ലേ. അപ്പോൾ പിന്നെന്താ, ഓൻ രാവിലെ പോകട്ടാ. 5:30 ആകുമ്പോഴത്തേന് അവിടെ എത്തും, ഡയാലിസിസ് സെൻറ്ററിൽ എത്തും. അപ്പോൾ പിന്നെ ഓൻ്റെ കുട്ടിക്ക് ഇപ്പോൾ സ്കൂളില്ല, നഴ്സറിയില്ല. അപ്പോൾ പിന്നെ ഒക്കെ കളിച്ച ആൾ ഭയങ്കര ഓന് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പോയി വന്നിട്ട് ആണ്ട് വരണ്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓല് പോയിട്ടോ. ഓൻ പോയിരുന്നില്ല പറഞ്ഞപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി കൊടുക്കുകയാണ്. വണ്ടി കാത്തുക്കണ കാര്യമാണ് പഠിച്ചോനെ. എത്രങ്ങാനും നേരം ബൈക്ക് എപ്പോഴേക്ക് പോകണമെങ്കിലും ഞാനല്ല പോകലേ. മറ്റേ കുഞ്ഞാണിയല്ല പോയിട്ടും കൊടുന്നീണ്ടും ഒക്കെ എന്ത് ആവശ്യത്തിനും പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനല്ല പോകല് ബസ്സിന്. ഇവിടുന്ന് വേങ്ങർക്ക് കണ്ടെത്തണമെങ്കിൽ എത്ര നേരം ഇവിടെ കാത്തുക്കണമെന്ന് അറിയാം. ചിലപ്പോൾ ബസ്സിൻ്റെ സമയമൊന്നും ചിലപ്പോൾ എനിക്ക് അറിയില്ല. എന്നാളിപ്പോൾ ആരോ ഞങ്ങനെ കുറേ നേരം കാത്തു നിന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ ബസ്സിൻ്റെ ബോർഡ് അവിടെ ഫോട്ടോ എടുത്താളി, ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചാളി, ഞങ്ങൾക്ക് ബസ്സിൻ്റെ സമയം അറിയാമല്ലോ. നമുക്കിപ്പോൾ നമ്മൾ ആരാൻ്റെ വണ്ടി ആയാലും കൂടിയിട്ട് ഡ്രൈവർ നമ്മളെ വരിയുള്ളതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഓലെ പല പോയിൻ്റെ. അപ്പോൾ പിന്നെ ബസ്സിൻ്റെ സമയമൊന്നും പുടിയാടില്ല. പിന്നെ എന്തെങ്കിലും പോകാണ്ടെങ്കിൽ ഓല കൂടെ അങ്ങനെ പോകും. അങ്ങനെ ഞാൻ ബസ്സിൻ്റെ ഇതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് ഫോണിൽ വെച്ചു വിട്ടാം. അപ്പോൾ പിന്നെ എടുക്കണടിയിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഓട്ടോറിക്ഷ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ പോകാനിപ്പോൾ ഞങ്ങളിങ്ങനെ ബസ്സകത്ത് ഇങ്ങനെ
പിന്നെ ബസ്സിന് പോകണം വിചാരിച്ച കാരണം നിൽക്കണത്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. നമ്മളെ സ്വന്തം വണ്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ കറക്റ്റ് അരമണിക്കൂർ മുന്നേ ഒക്കെ പോയാൽ മതിയല്ലോ. ബസ്സിനാകുമ്പോൾ എപ്പോഴാണ്ട് എത്തുകയെന്ന് അറിയില്ല. നമുക്കൊരു സമയം തന്നൊക്കെയാണ്. ആ സമയമാകുമ്പോഴത്തേണ്ട് എത്തും വേണം. അപ്പോൾ ഓന് കഞ്ഞി വല്ല കുടിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഒരു സമാധാനത്തിന് 3-4 കയ്യിലൊക്കെ കുടിച്ചു കൂട്ടാ. ഞാൻ കുടിച്ച് ഓന് കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ പോകാൻ മാറ്റിയിട്ട് എൻ്റെ കുളി അതിൻ്റെ ഇടയിൽ കഴിച്ച് പോകാനുള്ള ഇതൊക്കെ എടുത്തൊക്കെയാണ്. കോട്ടയക്ക് ഒരു പിന്നെ സഞ്ചി, പിന്നത്തെ കോഴിക്കോട്ടേക്ക് ഒരു സഞ്ചി, 2 വിധമാണ് കേട്ടോ. ഇതിൻ്റെ ടെസ്റ്റും കാര്യം ബില്ലും എല്ലാം കൂടി ഒരു കവറിൽ ഒന്ന് ഉണ്ട് കോട്ടയക്കുള്ളത്. പിന്നെ ഒരു ചുവന്ന സഞ്ചിയിൽ കോഴിക്കോട്ടേക്കുള്ളതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെപ്രാളത്തിലെല്ലാം കൂടി ഇതാവും. ഇതിപ്പോൾ ഈ ഫോം ഏതാ കാണിച്ചു തരുന്നത് വെച്ചാൽ ഇപ്പോൾ കോട്ടയത്തിൽ ഇപ്പം ഒന്ന് കാണിച്ചു കൊടുക്കാം. എൻ്റെ മോനത് ഇവിടെ നീർത്തി ഇങ്ങനെ ഓരോന്നെടുത്ത് ഏതാ കൊണ്ടോണ്ടി നമ്മളിങ്ങനെ നോക്കണ അടി കൂടി ഓൻ ഒരൊറ്റ പുടുത്താണ് പിടിച്ചത്. ഒറ്റ ചുറ്റി കൂട്ടൽ. ആ ചുറ്റി കൂട്ടിയായിട്ട് ഞാൻ ആകെ ബേജാറിയത് ഡോക്ടർ മുന്നിൽ ഇത്ര പൊരുളില്ലാതെ കാട്ടി നിസ്സാരമാക്കിയാൻ ചീത്ത അറിയില്ലേന്ന് പേടിച്ചിട്ട് ഞാൻ എടുത്ത് കാണുന്ന ഇസ്തിരി ഇട്ടു വിട്ടാൽ ഇസ്തിരി ഇട്ട് കാണാൻ നീർത്തി പിടിച്ചതാണിപ്പോൾ അത്. അങ്ങനെയൊക്കെ ഓരോരോ ഓൻ്റെ ഒരു സാധനം വെക്കാൻ പറ്റൂല. പോകാൻ വേണ്ടി ഇപ്പോൾ ടേബിളുമൊക്കെ എടുത്ത് വെച്ചതാണ്. ഓനൊക്കെ ആങ്കർമ്മ കൊളത്തിലല്ല തന്നെയാണ്. അങ്ങനെ ഇപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കാണാൻ ഞാൻ മാറ്റിയാണ്. കുഞ്ഞാണി തന്നെ മാറ്റി തായേരി ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ആങ്ങളെയൊന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോണത്. ഇപ്പം ആങ്ങൾക്കിപ്പോൾ എന്നും ഇപ്പോൾ ഇങ്ങനെ ഇവിടെ കോട്ടയ്ക്ക് പോണീനൊന്നും പോകാനോ കൂട്ടണ്ടല്ലോ. അപ്പോൾ ഓനിപ്പം ഇന്ന് എന്തൊക്കെ ഒരു ഏർപ്പാടും കാര്യമൊക്കെ ഉണ്ടായിട്ട് പോരാനും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പോന്നീനൊന്നൊക്കെ പറഞ്ഞ് വിളിച്ചീനു കേട്ടോ. അങ്ങനെ വാതിലൊക്കെ പൂട്ടിക്കാണ് ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ വണ്ടി റോട്ടിൽ നിന്ന് കാത്തിക്കണ കാര്യമാണ് ചാകെ ഇടങ്ങാറുള്ള കാര്യം. നമ്മൾ ഒറ്റക്കാണെങ്കിൽ തിരക്കടില്ല, സ്വന്തം തടിയാണെങ്കിൽ തിരക്കടില്ല. ഈ പൈതലിനെയും പിന്നെ കുഞ്ഞാൻ്റെ കജ്ജ് തട്ടുമോ എന്നുള്ള അതൊരു ബേജാറ്. ആ കയ്യുമ്മലിങ്ങനെ കുട്ടി അടുത്തേക്ക് വരുമ്പോഴത്തിന് ഭയങ്കര പേടിയാണ്. തട്ടല്ലേ അറിയാം. തട്ടിയാൽ പോയില്ലേ ബ്ലോക്കാവും. അങ്ങോട്ടോ ഒടിഞ്ഞാൽ ബ്ലോക്കാവും. പിന്നെ നമ്മളത് ചെയ്ത് പിന്നെയും ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ്. അപ്പോൾ ബസ്സിൽ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ബേജാറുണ്ട് കേട്ടോ. പിന്നെ പോകല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോട്ടെ. അങ്ങനെ പോയി ഞങ്ങൾ കോട്ടക്കൽ പിന്നെ ഇവിടുന്ന് കുറേ നെല്ലിപ്പറമ്പിൽ കുറേ നേരം ബസ് എത്തുന്നു കേട്ടോ. പിന്നെ ബസ് എത്തുന്നപ്പോൾ നമ്മൾ പരിചയമുള്ള ഒരു വണ്ടിക്കാരട്ടോ. അൽഹംദുലില്ലാ നമ്മൾ പരിചയമുള്ള ഒരു കാറേരം വന്നു. നമ്മൾ അയൽവാസിയിലെ കുറച്ചാണ് പോകണം. അയാൾ വന്നിങ്ങനെ ഞാൻ ഓട്ടോറിക്ഷക്ക് കൈയാട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് വന്ന് കയറ്റി ഞങ്ങളെ കോട്ടക്ക് റോഡിൻ്റെ അവിടെ നിന്ന് ഇറക്കി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ കോട്ടകക്ക് ബസ് കയറി. പിന്നെ കോട്ടക്കിൽ നിന്ന് പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചു. അതാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത് കേട്ടോ. ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവുകയാണ്. ഓട്ടോറിക്ഷ കയറിയപ്പോഴത്തേനും ഉറങ്ങി. അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, സ്റ്റിച്ചൊക്കെ എടുത്തു. പിന്നെ മുറിവൊക്കെ ഏകദേശം ഉണക്കമുണ്ട്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത 9-ാം തീയതിയാണ് കോഴിക്കോട് പോകാനുള്ളത്. അപ്പം നിങ്ങൾ പോരുക, ലിഫ്റ്റ് കയറുകയാണ് കേട്ടോ. നടക്കാനൊന്നും കൊണ്ട് കഴിയില്ല. തിരിച്ച് പോരുകയാണ്. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.